ശബരി റെയിൽപാതയോടുള്ള ഇടുക്കി എംപിയുടെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. CPIMന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ സ്വകാര്യവൽക്കരിക്കാൻ നിലകൊള്ളുന്ന UDF സർക്കാർ പദ്ധതിയെ അവഗണിക്കുകയാണെന്ന് CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി പറഞ്ഞു. UDF MPമാരും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ശബരി പദ്ധതിയെ തിരിഞ്ഞുനോക്കാത്ത സാഹചര്യത്തിലാണ് CPIM പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. ശബരി റെയിൽപാതയ്ക്കായി LDF സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ തുടർന്നു പോകാൻ UDF സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത ജില്ലാ സെക്രട്ടറി S. സതീഷ് പറഞ്ഞു. കള്ളം പറഞ്ഞും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും അധികാരത്തിലെത്തിയ UDF സർക്കാർ ഇതുവരെ കേരളം നേടിയ വികസന പദ്ധതികളെ പിന്നോട്ടടിപ്പിക്കുകയാണെന്നും S. സതീഷ് കുറ്റപ്പെടുത്തി. ഈ റെയിൽവേ പദ്ധതി യാഥാർത്ഥ്യമായാൽ അത് നൽകുന്ന ഉത്തേജനം എന്തായിരിക്കും ടൂറിസം മേഖലയ്ക്ക് എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കി മുന്നിൽ നിൽക്കേണ്ട MP എന്നയാൾ കമാന്നൊരക്ഷരം മിണ്ടുന്നുണ്ടോ? ഇനിയിപ്പോ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയാവുമ്പോ ഒരാഴ്ച മുമ്പ് എന്തെങ്കിലും പരിപാടിയായിട്ട് മനുഷ്യനെ പറ്റിക്കാൻ വന്ന് ഇറങ്ങും. ഈ സമരസായാഹ്നത്തിലൂടെ ഇവിടത്തെ MPയോടും മുഖ്യമന്ത്രിയോടും ചോദിക്കുന്ന ചോദ്യം, നിങ്ങളെടുത്ത ഈ സമീപനം കിഫ്ബി പദ്ധതിയെ ഉൾപ്പെടെ തകർക്കാൻ കേരളത്തിന്റെ ഗവൺമെന്റ് കൂടി ഈ സമീപനം സ്വീകരിച്ച ഘട്ടത്തിൽ ശബരി റെയിൽ പദ്ധതി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്ന കാര്യം ഈ നാടിനോട് പറയാൻ തയ്യാറാകണം. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PR മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ R. അനിൽകുമാർ, പുഷ്പദാസ്, മുൻ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, മുൻ MLA ആന്റണി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. 2006 LDF സർക്കാരിന്റെ കാലത്താണ് ശബരിപാത നിർമ്മാണം തുടങ്ങിയത്. 7 കിലോമീറ്റർ ദൂരത്തിൽ കാലടിയിൽ റെയിൽവേ സ്റ്റേഷനും പെരിയാറിന് കുറുകെ പാലവും നിർമ്മിച്ചു. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് 1900 കോടി രൂപ ചെലവഴിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പദ്ധതി ചെലവിന്റെ 50% കിഫ്ബി വഴി ചെലവഴിക്കാനും അനുമതി നൽകി. എന്നാൽ UDF സർക്കാർ ആദ്യ ബജറ്റിൽ തന്നെ ശബരിപാത നിർമ്മാണത്തെ അവഗണിക്കുകയായിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി. വിയറ്റ്നാമിലുണ്ടായ ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളി ദമ്പതികളായ കൊട്ടാരക്കര സ്വദേശികളായ AC തോമസും ഭാര്യ ലൊവേനി തോമസിന്റെയും സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. മുംബൈയിൽ നിന്നും മൃതദേഹങ്ങൾ ജന്മനാട്ടിലേക്ക് എത്തിച്ചിരുന്നു. ഇന്ന് പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 3:30 സംസ്കാര ചടങ്ങുകൾ നടക്കും. രാവിലെ 10 മണിയോടെ ജൂബിലി മന്ദിര ചാപ്പലിൽ പൊതുദർശനം ആരംഭിക്കും. ഈ മാസം 7-നാണ് വിക്ടറി വ്യവസായ ഗ്രൂപ്പ് ഉടമയായ AC തോമസും ഭാര്യയും 32 അംഗ സംഘത്തോടൊപ്പം ഒരു മൊബൈൽ കമ്പനിയുടെ ടൂർ പാക്കേജിന്റെ ഭാഗമായി വിയറ്റ്നാമിലേക്ക് വിനോദയാത്ര പോയത്. തുടർന്നുണ്ടായ ബോട്ട് അപകടത്തിൽ ഇവർ ഉൾപ്പെടെ 15 പേർ കൊല്ലപ്പെടുകയായിരുന്നു. കാസർഗോഡ് കുടുംബശ്രീ നവ ആയുഷ് ആദിവാസി വംശീയ പാരമ്പര്യ വൈദ്യ ചികിത്സാ കേന്ദ്രം പ്രവർത്തനം തുടങ്ങി. പെരേയിലാണ് പാരമ്പര്യ വൈദ്യ ചികിത്സാ കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത്. പട്ടികവർഗ സുസ്ഥിര വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പെരിയ ഉണ്ടംകുളത്ത് കുടുംബശ്രീ നവ ആയുഷ് ആദിവാസി വംശീയ പാരമ്പര്യ വൈദ്യ ചികിത്സാ കേന്ദ്രം തുടങ്ങിയത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെയും പുല്ലൂർ പെരിയ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെയും പിന്തുണയിലാണ് കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. കേരളത്തിന് പുറത്തടക്കം നിരവധി കേന്ദ്രങ്ങളിൽ ചികിത്സ നടത്തുകയും പാരമ്പര്യ വൈദ്യത്തിന്റെ പ്രസക്തി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി പ്രദർശന സ്റ്റാളുകൾ ഒരുക്കുകയും ചെയ്ത നെല്ലിത്തറ വൈദ്യ R. പത്മാവതിയാണ് നേതൃത്വം നൽകുന്നത്. ട്രൈബൽ കുടുംബശ്രീ അംഗങ്ങളുടെ കൂട്ടായ്മയാണ് പാരമ്പര്യ വൈദ്യ ചികിത്സാ കേന്ദ്രം യാഥാർത്ഥ്യമാക്കിയത്. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ CK സബിത ഉദ്ഘാടനം ചെയ്തു. രോഗം വന്നതിന് ശേഷം ചികിത്സിക്കാം എന്നുള്ള നിലയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ പല ജീവിതശൈലി രോഗങ്ങളും എല്ലാം ബുദ്ധിമുട്ടുന്ന നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. മനസ്സും ശരീരവും തമ്മിലുള്ള ഒരു തുലനം ഇല്ലാതെ പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പ്രയാസം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ആയുർവേദത്തിലൂടെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്കെല്ലാം അത്തരത്തിലുള്ള രോഗങ്ങളും അത്തരത്തിലുള്ള പ്രയാസങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ മനസ്സിനെയും ശരീരത്തെയും ഒരു സന്തുലിതാവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പാരമ്പര്യ ചികിത്സക്കൊക്കെ സാധിക്കുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. പാരമ്പര്യ ചികിത്സാ രീതിയിൽ കർക്കിടക ചികിത്സ, ഉഴിച്ചിൽ, സ്ത്രീരോഗങ്ങൾ, മുട്ടുവേദന തുടങ്ങിയവയ്ക്കുള്ള ചികിത്സകൾ കുറഞ്ഞ നിരക്കിൽ വൈദ്യകേന്ദ്രത്തിൽ ലഭിക്കും. കുടുംബശ്രീ അംഗങ്ങളും പൊതുപ്രവർത്തകരും നാട്ടുകാരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായി. കൈരളി ന്യൂസ്, കാസർഗോഡ്.